നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. ആ വളവിന്റെ അവിടെ ആർക്കെങ്കിലും ജീവൻ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാക്കാതെ വന്നേന്ന് നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞു നടക്കുക. കാരണം എപ്പോഴാ ഒരു വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല. ഞാനിവിടെ വന്ന വർഷം മുതല് ഈ കോളേജിന്റെ മതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോ വണ്ടിയൊക്കെ മലർന്നിങ്ങനെ കിടക്കണ്ടാവും. വൈപ്പിൻ എടവനക്കാട് സ്വദേശിനിയായ ജസ്ലിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് ഈ ഹയർ സെക്കൻഡറിക്ക് സയൻസ് വിഭാഗത്തിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടും ഡിഗ്രി പഠനത്തിന് ചേർക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പോകാൻ പറ്റാതിരുന്ന സ്വന്തം അമ്മയെ തൻ്റെ കോളേജിൽ തന്നെ അടുത്ത വർഷം ഡിഗ്രിക്ക് ചേർക്കണം എന്നുള്ളതായിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങൾ ആ കുട്ടി തൻ്റെ ടീച്ചറോട് പങ്കുവച്ചിട്ടുണ്ടെന്നാണ് കരഞ്ഞുകൊണ്ട് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. നിരന്തരം അപകടം നടക്കുന്ന ആ സ്ഥലത്ത് ജസ്ലിയയുടെ ജീവൻ പോയപ്പോൾ ഇനി ഒരാളുടെ ജീവൻ പോകരുത് എന്നാണ് കരഞ്ഞുകൊണ്ട് ആ ടീച്ചർ പറയുന്നത്. 6 ദിവസമായി സിറിയക്ക് എന്ന് പറയുന്ന ഡോക്ടറെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. കാറ് തന്നെ കണ്ടുപിടിച്ചത് കഴിഞ്ഞ ദിവസം തുറവൂരിൽ നിന്നാണ്. അപകടം നടന്നിട്ട് ഒന്ന് നിർത്താതെ പോയ ആ ഡോക്ടർ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ആളുകളെ രക്ഷിക്കുന്ന ആളുകളാണ് ഡോക്ടർമാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ അപകടം നടന്നിട്ട് ആ കുട്ടിയെ ആ റോഡരികിൽ ഇട്ടിട്ട് കടന്നു കളഞ്ഞു. പിന്നീട് അതുവഴി വന്ന ഹൈവേ പോലീസാണ് എടുത്ത് ആശുപത്രിയിലാക്കുന്നത്. ഇങ്ങനെയുള്ള ഡോക്ടർമാരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് ശ്രമിച്ചാൽ പോരാ, അത് നടപ്പിലാക്കണം.